ഇന്നലെ എത്തിയ ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കടൽ ചരക്ക് കപ്പൽ പൂർണ്ണമായും കടലിൽ നിന്ന് മുങ്ങി എന്നുള്ള വിവരം കോസ്റ്റ് ഗാർഡ് സർക്കാരിനെ അറിയിക്കുന്നു. അതിനുശേഷം അപകടകരമായ ചില വസ്തുക്കൾ, അത് 13 കണ്ടെയ്നറുകളിൽ ഉണ്ട്. അത് ഏതെല്ലാം വസ്തുക്കളാണ്? ചില അപകടകരമായ വസ്തുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കൃത്യമായി തന്നെ പാലിക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന്, എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടാൽ 112 എന്ന നമ്പറിൽ അറിയിക്കണം. കണ്ടെയ്നറുകളോ എണ്ണപ്പാടകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ദൂരെ മാറി നിൽക്കണം. അതിൽ തൊടാൻ പോകരുത്, കൂട്ടം കൂടി നിൽക്കരുത്. കണ്ടെയ്നറുകളോ മറ്റോ അടിഞ്ഞാൽ അത് ഉടൻ തന്നെ അവിടെ നിന്നും മാറ്റാൻ അതിനുള്ള ശ്രമങ്ങൾക്ക് അധികൃതരുടെ ദൗത്യത്തിന് അതിന് തടസ്സമാകുന്ന നിലയിൽ കൂട്ടമായി നിൽക്കരുത്. ഒപ്പം തന്നെ ഈ വസ്തുക്കൾ അധികൃതർ കൈമാറും. അത് കൃത്യമായി കൈമാറുന്നതുവരെ നമ്മൾ ശ്രദ്ധയോടെ മാറി നിൽക്കണം. കപ്പൽ മുങ്ങിയ പ്രദേശത്ത് കടലിൽ മീൻപിടുത്തം പാടില്ല. താഴെത്തട്ടിൽ എണ്ണ അടിഞ്ഞാൽ അത് നീക്കം ചെയ്യാൻ ഒരു വിപുലമായ ടീം തന്നെയുണ്ട്. 20 നോട്ടിക്കൽ മൈൽ ദൂരെ വരെ മീൻപിടുത്തം ഉണ്ടാകരുത്. ഈ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിപ്പോഴും നിലനിലുണ്ട്. കാരണം ഇത്രയും 3-4 കണ്ടെയ്നറുകൾ അടിഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അതിൽ 2 കണ്ടെയ്നറുകൾ മാത്രമാണ് ഇപ്പോൾ ശൂന്യമായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കടലിൽ ഒഴുകി നടക്കുന്നത് നീണ്ടകര, ശക്തികുളങ്ങര, ചെറിയഴീക്കൽ, ഈ 3 പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കടൽ തീരത്ത് കണ്ടെയ്നർ എത്തിയിട്ടുള്ളത്. കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ, ഇതുപോലെ ദൂരെയാണെങ്കിൽ പോലും കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ അധികൃതരെ വിവരമറിയിക്കുക. ഈ പറഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതെല്ലാം തന്നെ പാലിക്കുക. ഒരു കൗതുകം കൊണ്ടൊന്നും തന്നെ ഈ കണ്ടെയ്നറിന് അടുത്തേക്ക് പോവുകയോ ആ രീതിയിലൊന്നും തന്നെ ചെയ്യരുത്. അതൊരു പക്ഷേ അപകടത്തിലേക്ക് നയിച്ചേക്കും. സുജിത് സുരേന്ദ്രനാണ് നമുക്ക് വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്, ഇപ്പോൾ 2 കണ്ടെയ്നറുകൾ തീരത്ത് 2 സ്ഥലങ്ങളിലായി അടിഞ്ഞിരിക്കുന്നു. 2 കണ്ടെയ്നറുകളാണോ കടലിൽ ഒഴുകി നടക്കുന്നത്, അതോ 3 കണ്ടെയ്നറുകളുണ്ടോ? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ 3 കണ്ടെയ്നറുകളാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് അത് കടലിനോട് ചേർന്ന്, പാറക്കെട്ടുകളോട് ചേർന്നാണ് ഈ കണ്ടെയ്നറുകൾ കാണാൻ സാധിക്കുന്നത്. അത് കരയിലേക്ക് ഈ ശക്തമായ തിരമാല അടിക്കുകയാണെങ്കിൽ ഇത് ആ പാറക്കെട്ടിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും. ഇന്നലെ മറ്റ് ചെറിയ രീതിയിൽ കാണപ്പെട്ട ആ കണ്ടെയ്നറിനൊപ്പം ഒഴുകിയെത്തിയത് തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ 3 ഒരേ നിറത്തിലുള്ളവയാണ്. ഒപ്പം തന്നെ നമ്മുടെ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടെത്തിയ, ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ച കണ്ടെയ്നറും വെള്ള നിറത്തിൽ തന്നെയുള്ളതാണ്. ഈ 3 ഇങ്ങനെയുള്ള 4 കണ്ടെയ്നറുകളും ഇപ്പോൾ ഒരേ പാറ്റേണിലുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് കൂടുതൽ പരിശോധനകൾ ഇനി ആവശ്യമാണ്. ഇപ്പോൾ ഈ പരിമളത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന 3 കണ്ടെയ്നറുകളാണ് എന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശക്തികുളങ്ങര മദാമത്തോപ്പിലുള്ള ഒരു കണ്ടെയ്നർ കൂടിയാകുമ്പോൾ 3ഉം 1ഉം 4ഉം ചെറിയ രീതിയിലും കൂടെ വരുമ്പോൾ 5 കണ്ടെയ്നറുകൾ കരയ്ക്കടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. സ്മിത. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പൂർണ്ണമായും ചരക്ക് കപ്പൽ MSC എൽസ 3 അത് പൂർണ്ണമായും മുങ്ങി എന്നുള്ള വിവരം വരുന്നു. അത് സംസ്ഥാന സർക്കാരിനെ കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നു. അതിനുശേഷം ഈ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഒപ്പം തന്നെ വലിയൊരു ടീം, വിപുലമായൊരു ടീം തന്നെ, അതിൽ നാവികസേനയുണ്ട്, കോസ്റ്റ് ഗാർഡുണ്ട്. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അതിന് അറിയുന്ന വിദഗ്ധർ അടങ്ങിയ ഒരു സംഘം. ഈ രാസമാലിന്യം ഉൾപ്പെടെ ഇത് കായലിലേക്ക് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ആലപ്പുഴയിൽ പൊഴിമുറിക്കൽ, അത് തോപ്പുംപടി സ്പിൽവേയിൽ, തോട്ടപ്പള്ളി സ്പിൽവേയിൽ അവിടെ പൊഴി മുറിക്കുന്നത് ഉൾപ്പെടെ നിർത്തിവെക്കാൻ കളക്ടറുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. രാസമാലിന്യം ഒഴുകി നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എണ്ണപ്പാട പോലെ എന്തെങ്കിലും കണ്ടാൽ അത് കൃത്യമായി, അത് കണ്ണിൽപ്പെട്ടാൽ, ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ തൊട്ടു നോക്കാൻ പോകരുത്. ഈ പരിസരത്ത് നിന്ന് തന്നെ മാറി പോകണം. കണ്ടെയ്നറുകൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലും അത്തരം വിവരങ്ങൾ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കേണ്ട അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ ഒന്നൊന്നായി കരയ്ക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ അത് ശൂന്യമാണോ എന്ന് പരിശോധിക്കണം. അതിനൊപ്പം തന്നെ അത് അവിടെ നിന്ന് ഉടൻ തന്നെ മാറ്റാനുള്ള നടപടികളും തുടങ്ങണം. ആദ്യം ചെറിയഴീക്കലിലാണ് കണ്ടെയ്നർ ഇന്നലെ രാത്രി കരയ്ക്കടിഞ്ഞത്. അത് ശൂന്യമായിരുന്നു. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ഇനിയിപ്പോൾ കടൽ ശോഭിക്കുന്നതിന് മുൻപ്, കടൽ കയറി വരുന്നതിന് മുൻപ് കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ഏറ്റവും ആദ്യം ഉണ്ടാവുക. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുന്നു. 12 മണിക്കുള്ളിലൊക്കെ തന്നെ ഈ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പോൾ നേരത്തെ സുജിത്ത് പറഞ്ഞത്. മഴക്കാലമാണ്, കടൽ എപ്പോൾ വേണം
വേണമെങ്കിലും ക്ഷോഭിക്കാം, കയറി വരാം. അതിനു മുൻപ് ഈ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കണ്ടെയ്നറുകളാണ്, കടലിലെ നിയമങ്ങളാണ്, ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറാണ്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ പാലിച്ചു വേണം. അതിനുള്ള പ്രത്യേക ടീം അവിടെ എത്തേണ്ടതുണ്ട്. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്ന് കണ്ടെയ്നർ നീക്കാനുള്ള നടപടി തുടങ്ങുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ സുജിത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇന്നലെ രാത്രി പ്രദേശത്തുള്ളവർ വലിയ ശബ്ദം കേട്ടാണ് പോയി നോക്കുന്നത്. ആദ്യത്തെ കണ്ടെയ്നർ ചെറിയഴിക്കലിലാണ് അടിഞ്ഞത്. അവിടെയുള്ള പ്രദേശവാസികളെ അപ്പോൾ തന്നെ 5 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ 25ഓളം പേരുള്ള ഉദ്യോഗസ്ഥർ അപ്പോൾ രാത്രിയിൽ തന്നെ അവിടെ എത്തുന്നു. ഇന്ന് പ്രഭാതത്തിൽ തന്നെ അവർ കൃത്യമായി ഈ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകുന്നുണ്ടായിരുന്നു. കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊല്ലത്ത് പല തീരങ്ങളിലായി, അടുത്തടുത്ത തീരങ്ങളിലായി ഒഴുകി നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുജിത്ത്, ഇപ്പോൾ നേരത്തെ സുജിത്ത് പറഞ്ഞല്ലോ, ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ശരി, സുജിത് സുരേന്ദ്രനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി സുജിത്തിലേക്ക് എത്താം. കൊല്ലം തീരത്ത് 5 കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഇന്നലെ രാത്രി ചെറിയഴീക്കലിലെത്തിയ ഒരു കണ്ടെയ്നർ, അത് കാലിയാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഇല്ല. അതിനി സുരക്ഷിതമായി ആ കടലിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ സുരക്ഷിതമായി കരയിലെ ഭാഗത്തേക്ക് മാറ്റുക എന്നുള്ള നടപടിയാണ് ഇന്നവിടെ നടക്കാനുള്ളത്. അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളാണ് ചെറിയഴീക്കലിൽ ഉണ്ടാകുന്നത്. പിന്നീട് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത് ശക്തികുളങ്ങര മദാമത്തോപ്പിലും അതുപോലെ ചവറ പരിമണം തീരത്തുമാണ്. അവിടെ ഈ ശക്തികുളങ്ങര മദാമത്തോപ്പിൽ കണ്ടെത്തിയ ഒരു കണ്ടെയ്നർ ശൂന്യമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. മറ്റേതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്ന് തോന്നുന്നു അല്ലേ സുധ? മറ്റ് 3 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഒഴുകി നടക്കുന്നത്. അത് തീരത്തോടടുത്ത് തന്നെ ഒഴുകി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സുജിത്ത് നാം എത്തിച്ചെന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ 5 കണ്ടെയ്നറുകൾ, 2 കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞ നിലയിലും മറ്റ് 3 കണ്ടെയ്നറുകൾ തീരത്തോടടുത്ത് ഒഴുകി നടക്കുന്ന ആ നിലയിലുമാണ്. അപ്പോൾ ആ 3 കണ്ടെയ്നറുകളും അത് ശൂന്യമാണോ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ട നടപടികളും ഉണ്ടാകും.